ഹലോ ഗായ്സ്, ഞാനിപ്പോൾ കാലിക്കറ്റ് അപ്സര തിയേറ്ററിലാണ്. ഫാൻ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ജനനായകൻ ആൻഡ് പരിപാടികളൊക്കെ തുടങ്ങുന്നുള്ളൂ. പടക്കം പൊട്ടിക്കലും ഫാൻസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ സമയം 4:49. സിനിമ തുടങ്ങുന്നത് 6 മണിക്കാണെന്ന് തോന്നുന്നു. 5 മണിക്ക് ഇവിടെ എത്തണം എന്നാണ് ഫാൻസ് പറഞ്ഞത്. ഞാൻ ജനുവരി 9 ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഗായ്സ്. യു സി ദിസ്, ജനുവരി 9 ഇവിടെ കാണുന്നുണ്ടല്ലോ, കാണുന്നില്ല. ജനുവരി 9 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആൻഡ് ഞാനും എൻ്റെ ഏട്ടനാണ് സിനിമ കാണാൻ വന്നത്. എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ട്. സിനിമ റിവ്യൂ ഇട്ടുന്നേ കാണുമ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടില്ല. പുള്ളിയുടെ റീമേക്ക് പടമാണ്. പൊതുവേ പുള്ളിയുടെ റീമേക്ക് പടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒറിജിനൽ മൂവിനേക്കാളും അടിപൊളിയായിട്ട് പുള്ളി റീമേക്ക് ചെയ്ത് വെക്കാറുണ്ട്. ആൻഡ് എനിക്ക് പുള്ളിയോട് ഒരു വെറുപ്പ്, ഒരു ദേഷ്യം ഉള്ളാലെ ഉണ്ട് ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ, ഒരു വിജയ ആരാധകനേക്കാൾ വലുത് പുള്ളിയുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുള്ളിനെ വ്യക്തി എന്ന നിലയിലല്ലാതെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി പുള്ളിയാണ് ഈ പടം എടുത്തത്. എനിക്കതാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെട്രിമാരനെ പോലെ ഡയറക്ടർമാർക്ക് ഇഷ്ടംപോലെ ഡയറക്ടർമാർ വിജയൻ്റെ ഡേറ്റ് കിട്ടാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പുള്ളിക്ക് നല്ലൊരു സിനിമ എടുത്തിട്ട് അവസാനിപ്പിച്ചൂടെ? പുള്ളിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ജനനായകൻ റീമേക്ക് പടം, അതിൽ ഞാൻ ഉള്ളാലെ പുള്ളിനെ വെറുക്കുന്നുണ്ട്. സത്യം പറയാം, ഐ ഹേറ്റ് ആസ് എ വിജയ് ഫാൻ. പുള്ളി ഈ പരിപാടി ചെയ്യേണ്ടതില്ലായിരുന്നു. ഞാനൊരു എന്തോരം വിജയ്ക്ക് വേണ്ടി തല്ലുകൂടിയ ഒരാളാണെന്നറിയോ? എത്ര ഡിഫെൻഡ് ചെയ്തറിയോ പുള്ളിനെ. ആൻഡ് സിനിമ ഇന്ന് ഇറങ്ങും. ആൻഡ് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഐ ഫീൽ സോ സാഡ്. വളരെ 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 ചെറുപ്പം തൊട്ടേ പുള്ളിയുടെ ഒരു വളരെ ചെറുപ്പം തൊട്ടേ പുള്ളിയുടെ ഒരു ആരാധകനാണ് ഞാൻ. ഫ്ലോ അങ്ങോട്ട് പോയി. ബൈ. ഗൈസ്, ഞാൻ ജനനായകൻ കണ്ടു വന്നിരിക്കുകയാണ്. എനിക്ക് വിജയ് ഫാൻസിനോടല്ല സംസാരിക്കാനുള്ളത്, നോർമൽ ഓഡിയൻസിനോടാണ്. നിങ്ങളെ കയ്യിലൊരു 250 ഉറുപ്പ്യുണ്ട്, 3 മണിക്കൂർ മാറ്റി വെക്കാൻ സമയമുണ്ട്. നിങ്ങളൊരു വിജയ് ഫാനല്ല, പകരം ഒരു നല്ല സിനിമ കാണാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് വേറെ നല്ല പടത്തിന് പോകാനാണ് ഞാൻ പറയും. ഒരു ഡൈ ഹാർഡ് വിജയ് ഫാനാണ് ഞാൻ ഇന്ന് രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിയേറ്ററിൽ ഒരു 4 മണിക്ക് എത്തി. അവിടുത്തെ പരിപാടികളെല്ലാം കണ്ട് പടം കാണാൻ. ഇത് പുള്ളിയുടെ അവസാനത്തെ പടമാണ്. ആൻഡ് എനിക്കറിയാം ഇതിൻ്റെ ഈ സിനിമ എടുത്ത തന്നെ എച്ച് വിനോദല്ല, വിജയ് തന്നെയാണ്. പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി എടുത്ത പടമാണ്. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചു. പോസിറ്റീവ് പറയാം, നെഗറ്റീവ് മാത്രം പറയുന്നില്ല. പോസിറ്റീവ്, ഈ പടത്തിൽ നല്ല കിടിലൻ ഡാൻസ് ഉണ്ട്. പുള്ളിയുടെ കിടിലൻ ഡാൻസ് ഉണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഉണ്ട്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേബി ഡോൾ, മമിത, അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒരു തെലുങ്ക് പടം റീമേക്ക് ചെയ്തിട്ട് തെലുങ്ക് പടം തന്നെ വെച്ചേക്ക്. എടാ, വെട്രിമാരൻ്റെ ഒക്കെ പടമൊക്കെ വരുമെന്ന് വിചാരിച്ചിരുന്നവനാ ഞാനൊക്കെ. പുള്ളി ഒരു വെട്രിമാരൻ്റെ പടം, ആഡ്ലി പോട്ടെ, വെട്രിമാരൻ്റെ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ റോ പടം കാണാൻ പുള്ളി നിർത്തി. അഫ്കോഴ്സ് പുള്ളി ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ റൂട്ടേ മാറി. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, ചെറുപ്പം തൊട്ടേ വിജയ് ഫാനായിരിക്കുന്ന ഞാൻ ഒരു നല്ല പടം ആഗ്രഹിക്കുന്ന എത്ര വലിയ തെറ്റാണോ? ആൻഡ് ദിസ് മൂവി പുള്ളി അവസാനിച്ചു. പടം ഇനി പുള്ളീനെ ഉണ്ടാവില്ല എന്നാണ് ഈ സിനിമയിൽ കൂടെ കാണുന്നവർക്ക് മനസ്സിലാവുക. ആൻഡ് സിനിമേൻ്റെ ക്ലൈമാക്സിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോയിലറായി പോകും. ഞാനൊന്നും പറയുന്നില്ല. ഞാനിത് വിജയ് ഫാൻസിനോടല്ല എനിക്ക് സംസാരിക്കാനുള്ള, നോർമൽ ഓഡിയൻസിനോടാണ്. നിങ്ങളുടെ സമയം കളയണ്ട. 3 മണിക്കൂറുണ്ട് പടം. നിങ്ങൾക്ക് കാണാം, കാണാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും 3 മണിക്കൂർ 250 ഉറുപ്പ്യ ടിക്കറ്റ്, OTT കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ. എനിക്ക് നല്ല വിഷമമുണ്ട്. ഓ മൈ, എങ്ങനെ പറഞ്ഞു തീർക്കണം എന്നറിയില്ല. നല്ല വിഷമമുണ്ട്.
കുറേ ക്രിഞ്ച് സീനുകൾ പടത്തിൽ, അതൊക്കെയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തത്. തുടക്കത്തെ ഫൈറ്റ് സീനിലൊക്കെ ഉള്ള ക്രിഞ്ച് മക്കളെ നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ.